Hello dear learners! So here in this video we'll be discussing about the great English poet and criticist William Wordsworth. So we are discussing about the 19th century criticist. So the most important among them and the first among them is William Wordsworth. അപ്പോൾ 19th സെഞ്ച്വറി ലിറ്റററി ക്രിറ്റിസിസ്റ്റുകളെ പറയുമ്പം ആദ്യം നമ്മൾ പറയുന്ന പേരാണ് വില്യം വേർഡ്സ്വർത്ത്. ആ ഒരു സെഞ്ച്വറിയിലാണ് റൊമാൻറ്റിക് ഏജ് വരുന്നത്. 1785 to 1832 ആണ് റൊമാൻറ്റിക് ഏജ് വരുന്നത്. റൊമാൻറ്റിക് ഏജ് എന്ന് പറയുമ്പം ആ ഒരു സമയത്ത് റൈറ്റേഴ്സ് നേച്ചറിനും ഇമോഷൻസിനും ഇമാജിനേഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഏജാണ്, ഒരു പീരീഡാണ് റൊമാൻറ്റിക് ഏജ്. So in romantic age, writers gave more importance to nature, emotions and imagination. Romantic ageന് ശേഷം വന്നൊരു പീരീഡാണ് വിക്ടോറിയൻ ഏജ്. And Matthew Arnold was one who belongs to Victorian age. And Victorian ഏജിലുള്ള ചില പോയറ്റ്സ് or writers, they rejected some ideas of romantics. ഇപ്പോൾ റൊമാൻറ്റിക്സിന് ശേഷം റൊമാൻറ്റിക് ഏജിന് ശേഷം വരുന്നതാണ് വിക്ടോറിയൻ ഏജ്. അപ്പം വിക്ടോറിയൻ ഏജിൽ വരുന്നവർ റൊമാൻറ്റിക് ഏജിൽ ചില കാര്യങ്ങളൊക്കെ അഗെയിൻസ്റ്റ് ആയിരുന്നു. അത് ഓരോ ഏജ് വരുമ്പോഴും അതിന് മുന്നത്തെ ഏജിലെ കാര്യങ്ങളെ എതിർത്തിട്ടാണ് അടുത്ത ഒരു സ്റ്റേജ് വരുന്നത്. അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട്, ഒരു ഏജിൻ്റെ റിയാക്ഷനൊക്കെ പോലെയാണ് അടുത്തൊരു ഏജ് വരുന്നത്, ആ ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, സോ നൗ കമ്മിങ് ഇൻ ടു ആ ടോപ്പിക്, William Wordsworth, who belonged to this romantic age in the 19th century. So he was born in 1770 and passed away in 1850. He was an English romantic poet who, with Samuel Taylor Coleridge, had written many works. They were friends, and one among them is Lyrical Ballads, which is the world famous work. അപ്പം വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഒരു വർക്കാണ് ലിറിക്കൽ ബലാഡ്സ്, അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് വർക്ക്. പക്ഷേ അത് വില്യം വേർഡ്സ്വർത്ത് ഒരുമിച്ച് എഴുതിയതല്ല. ഇറ്റ് വാസ് റിട്ടൺ വിത്ത് സാമുവൽ ടൈലർ കോളറിഡ്ജ്. എസ്.ടി. കോളറിഡ്ജിൻ്റെ കൂടെ വില്യം വേർഡ്സ്വർത്ത് എഴുതിയ വർക്കാണ് ലിറിക്കൽ ബലാഡ്സ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1798. ഓക്കെ, സോ ഈ ലിറിക്കൽ ബലാഡ്സ് ഇറ്റ് വാസ് ക്രിട്ടിസൈസ്ഡ് ഓർ അറ്റാക്ഡ് ബൈ ന്യൂ ക്ലാസിക്കൽ ക്രിറ്റിക്സ്. കുറച്ച് ക്രിറ്റിക്സ് അതിനെ അറ്റാക്ക് ചെയ്തു. ഏതൊക്കെ അത് അറ്റാക്ക് ചെയ്ത് അവർ അതിനൊരു റെസ്പോൺസ് കൊടുത്തു. അത് രണ്ട് വർക്ക്സിലാണ്, രണ്ട് പീരിയോഡിക്കൽസിലാണ്. ഒന്ന് ദ എഡിൻബർഗ് റിവ്യൂ, ദെൻ ദ ക്വാർട്ടർലി റിവ്യൂ. അപ്പോൾ ഈ രണ്ട് വർക്ക്സിലും in both these periodicals, these both were periodicals in early 19th century Britain. ഒരു മാഗസിൻ പോലെ ഇറങ്ങിയിരുന്ന സംഭവമാണ് എഡിൻബർഗ് റിവ്യൂവും ക്വാർട്ടർലി റിവ്യൂവും, പല കാര്യങ്ങളുടെയും റിവ്യൂ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ലിറിക്കൽ ബലാഡ്സിനെ പല ന്യൂ ക്ലാസിക്കൽ ക്രിറ്റിക്സും ക്രിട്ടിസൈസ് ചെയ്തു, അറ്റാക്ക് ചെയ്തു, എന്നിട്ട് അതിനെപ്പറ്റി എഴുതി. അത് എഡിൻബർഗ് റിവ്യൂവിലും ക്വാർട്ടർലി റിവ്യൂവിലും ഒക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ Wordsworth wrote the preface to Lyrical Ballads in 1800. അപ്പോൾ അതിന് ശേഷം വേർഡ്സ്വർത്ത് 1800 ദ പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സ് എഴുതി. ലിറിക്കൽ ബലാഡ്സിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടപ്പം അതിനൊരു പ്രിഫേസ് കൂടെ കൊടുത്തു, എന്നാൽ ആ റീഡേഴ്സിനെ ഒന്നും കൂടെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ 1802 again he revised the Lyrical Ballads, adding an appendix. ഒരു അപ്പൻഡിക്സ് കൂടെ ആഡ് ചെയ്തിട്ട് 1802 വീണ്ടും പബ്ലിഷ് ചെയ്തു. പിന്നെ ഒരു എസ്സേ കൂടെ സപ്ലിമെൻ്ററി കൊടുത്തിട്ട് ഒരു എസ്സേ കൂടെ ആഡ് ചെയ്തിട്ട് 1815 വീണ്ടും അത് പബ്ലിഷ് ചെയ്തു. സോ ലിറിക്കൽ ബലാഡ്സ് 1798 പബ്ലിഷ് ചെയ്തു, വീണ്ടും 1800 1802 1815 ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. So Wordsworth gave importance to poetic diction. Poetic diction importance കൊടുത്ത ഒരാളായിരുന്നു Wordsworth. Poetic diction means പോയത്തിലെ വേർഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ് Wordsworth. Okay, so let's look what is poetic diction. It is the language fit for poetry. പോയട്രിക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിന് യൂസ് ചെയ്യേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളാണ് വില്യം വേർഡ്സ്വർത്ത്. പോയറ്റിക് ഡിക്ഷനെ പറ്റി പറയുമ്പം നമുക്ക് പഠിക്കാനുണ്ട് റോമൻ ഒറേറ്റർ സിസേറോ. ഒറേറ്റർ മീൻസ് പ്രാസംഗികൻ, സംസാരിക്കുന്ന ആൾ. അപ്പം ആ ഒരു ഒറേറ്ററിക്ക് അല്ലെങ്കിൽ സംസാരത്തിന് അതിന് യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് റോമൻ ഒറേറ്റർ സിസേറോ ഒരു 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ദ ലോ, ദ മിഡിൽ, ദ ഹൈ ആൻഡ് ലോഫ്റ്റി. ഓക്കെ,
ദ ലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് യൂസ് ടു പ്രൂവ്, എന്തോന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിനാണ് ദ ലോ ആയിട്ട് കൺസിഡർ ചെയ്ത്. ദെൻ ദ മിഡിൽ കുറച്ചൊരു ഹൈ ലാംഗ്വേജ് വിച്ച് ഇസ് യൂസ് ടു പ്ലീസ്, അത് ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദെൻ ദ ഹൈ ആൻഡ് ലോഫ്റ്റി, ദ ഹൈ ആൻഡ് ലോഫ്റ്റി ലാംഗ്വേജ് അല്ലെങ്കിൽ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു മൂവ്. ഓക്കെ, ആൾക്കൊരു ടോട്ടൽ ചേഞ്ച് വരും, ദി വിൽ മൂവ് ഓൺ. കുറച്ചുകൂടെ എഫക്റ്റീവാണ് ഹൈ ആൻഡ് ലോഫ്റ്റി ആ ഒരു സ്റ്റൈൽ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ പോയറ്റിക് സ്റ്റൈലിനെയാണ് റോമൻ ഒറേറ്റർ സിസേറോ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് ഒറേറ്ററി. ഒറേറ്ററി മീൻസ് സൗണ്ടിൽ നമ്മൾ സംസാരിക്കുമ്പം യൂസ് ചെയ്യുന്ന സ്റ്റൈലുകളാണത്. ഇനി പോയട്രി എഴുതുന്ന കേസിലാണെങ്കിൽ ലോ, മിഡിൽ, ഹൈ ആൻഡ് ലോഫ്റ്റി, ഹൈ അല്ലെങ്കിൽ ലോഫ്റ്റി അതായിരുന്നു തേർഡ് വൺ. സോ ഇവിടെ ഹൈ എന്നുള്ളത് എടുത്ത് ഒഴിവാക്കി ലോ, മിഡിൽ, ലോഫ്റ്റി അങ്ങനെ മൂന്നാക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ലോ എന്ന് പറഞ്ഞാൽ എലജിയൊക്കെ ലോയിലാണ് എഴുതുക. എലജി മീൻസ് ലാമൻ ഫോർ ഡെത്ത്, മരിച്ചു പോയവരെ സ്മരിച്ചുകൊണ്ട് എഴുതുന്നതാണ് എലജി. ദെൻ മിഡിൽ എന്ന് പറഞ്ഞാൽ പാസ്റ്ററൽ പോംസൊക്കെ അതിലാണ് വരിക, സ്പിരിച്വൽ ആയിട്ടുള്ള പോംസ്. പാസ്റ്ററൽ മീൻസ് സ്പിരിച്വൽ പോംസ്. ദെൻ തേർഡ് വൺ ലോഫ്റ്റി സ്റ്റൈലിൽ എപ്പിക്സ് ഒക്കെയാണ് വരിക. ലോങ് പോയംസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് പെട്ടെന്നൊരാൾക്ക് വായിച്ചാൽ, ഒരു നോളജുള്ള ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവും, അത്രയും ഹൈ ലാംഗ്വേജ്, അതിനാണ് ലോഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോയട്രിക്ക് ഈ 3 ലെവൽസ് ഉണ്ട്. 18th സെഞ്ച്വറിയിൽ 2 ലെവൽസാണ് ഉണ്ടായിരുന്നത്, ദ ലോയും ദ ലോഫ്റ്റിയും. അതിൻ്റെ മിഡിലുള്ളൊരു ഇതില്ലായിരുന്നു. ദെൻ in advertisement of the lyrical ballads of 1798, Wordsworth said that he used simpler diction. വേർഡ്സ്വർത്ത് പറയുന്നുണ്ട് ലിറിക്കൽ ബലാഡ്സിൻ്റെ 1798 അഡ്വർടൈസ്മെൻറ്റിൻ്റെ പറയുന്നുണ്ട്, അദ്ദേഹം യൂസ് ചെയ്ത സിംപ്ലർ ഡിക്ഷനാണ്, സിമ്പിൾ വേർഡ്സ്, സിമ്പിൾ സ്റ്റൈലാണ് യൂസ് ചെയ്തത്. To ascertain how far the language of conversation in the middle and lower class of society was adopted to the purpose of poetic pleasure. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസാണ് ഇത്. എല്ലാവർക്കും ലോവർ മിഡിൽ ക്ലാസ് സൊസൈറ്റിക്കൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അവർക്കൊരു പോയറ്റിക് പ്ലഷറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹി ഹാവ് യൂസ്ഡ് സിംപ്ലർ ഡിക്ഷൻ. ദെൻ ദ ബെസ്റ്റ് പോയംസ് ആർ ദോസ് വെൽ റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് പ്രോസ്. ബെസ്റ്റ് പോയം എന്ന് പറയുന്നത് പ്രോസിൻ്റെ ഒരു ലാംഗ്വേജിൽ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്ന പ്രോസിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതിയിട്ടുള്ള പോയംസാണ് ബെസ്റ്റ് പോയംസ് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ഓക്കെ, നൗ ഹീസ് ക്രിട്ടിസൈസ്, ഹീസ് സേയിങ് അബൌട്ട് വാട്ട് ഇസ് എ ഗുഡ് പോയം ആൻഡ് ഓൾ. റെനവെലക് എന്ന് പറയുന്നത് ഒരു ചെക്ക് അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക്കാണ്. സോ ഹീ സേസ് in his work A History of Modern Criticism that Wordsworth actually ends in good neoclassicism. വേർഡ്സ്വർത്ത് വരുന്നത് നിയോക്ലാസിസത്തിലേക്കാണ് എന്നാണ്. നിയോക്ലാസിസം മീൻസ് ഇറ്റ് വാസ് ഇൻസ്പയർഡ് ഫ്രം ക്ലാസിക്കൽ പീരിയഡിൽ ഇറങ്ങിയ വർക്ക്സിൻ്റെ സ്പിരിറ്റൊക്കെ ഉള്ളൊരു ഇറാണ് നിയോക്ലാസിസിസം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, now Wordsworth, what does he say about poetry? Wordsworth mainly poems ആണ് എഴുതിയിട്ടുള്ളത്, മെയിൻലി പോയട്രീനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. So we have the definition of poetry. Wordsworth defines good poetry as the spontaneous overflow of powerful feelings. It takes its origin from emotions recollected in tranquility. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ പോയട്രീനെ പറ്റിയുള്ള സെൻറ്റൻസ് ആണത്. അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് നോട്ട് ചെയ്തതാണ്. വേർഡ്സ്വർത്ത് പോയട്രീനെ പറയുന്നത് ഫസ്റ്റ് തിങ് ഇറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണ്, അതിനെയാണ് പോയട്രി എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അപ്പം പോയട്രിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന ഇമോഷൻസൊക്കെ പിന്നീട് റീകളക്റ്റ് ചെയ്ത് എഴുതുന്നതാണ്. ട്രാങ്ക്വിലിറ്റി മീൻസ് ശാന്തമായിട്ട് ശാന്തത എന്നാണ് ട്രാങ്ക്വിലിറ്റിൻ്റെ മീനിങ്. അപ്പം പിന്നീട് ശാന്തമായിട്ടിരുന്ന് നമുക്ക് തോന്നിയ ആ ഒരു ഫീലിങ്സൊക്കെ അത് റീകളക്റ്റ് ചെയ്തെടുത്ത് എഴുതുന്നതാണ് പോയട്രി എന്ന്.
പോലെ നമുക്ക് പെട്ടെന്ന് എന്തോ നമ്മളുടെ വേർഡ്സ് ഒരു ഓതറിൻ്റെ മനസ്സിലേക്ക്, ഒരു പോയറ്റിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കുറച്ച് ഇമോഷൻസോ വേർഡ്സൊക്കെ വരികയാണ്. പിന്നീട് അത് റീകളക്ട് ചെയ്ത് ഒരുമിച്ച് എഴുതുന്നതാണ് ഒരു പോയട്രി എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ഓക്കെ, നൗ ബോത്ത് ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഈ രണ്ട് സംഭവങ്ങളും ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റാണ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന പവർഫുൾ ഫീലിങ്സ് അല്ലേ. പിന്നീട് അത് റീകളക്ട് ചെയ്ത് എഴുതുക എന്ന് പറയുമ്പം ദർ ഇസ് എ പാരഡോക്സ്, ഒരു പ്രശ്നമുണ്ട് അവിടെ. പിന്നീട് റീകളക്ട് ചെയ്ത് എഴുതുക എന്ന് പറയുമ്പം അത് സ്പോണ്ടേനിയസ് ആവില്ലല്ലോ. ഓക്കെ, സോ ദർ ഇസ് സംതിങ് കമ്മിങ് ദർ, വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ദെൻ ജോർജ് വാട്സൺ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് സ്കോളറാണ്, ലിറ്റററി ക്രിട്ടിക്കാണ്, ഹിസ്റ്റോറിയനാണ്. So he says that according to Wordsworth, poetry is the final product of the overflow of powerful feelings. അപ്പോൾ വേർഡ്സ്വർത്ത് പറഞ്ഞത്, അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് ഇങ്ങനെ ആവാം പോയട്രി എന്ന് ജോർജ് വാട്സൺ പറയുകയാണ്. എന്താണ്? ഒരു ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സിൻ്റെ ഓവർഫ്ലോൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റാണ് പോയട്രി അല്ലേ. ഇറ്റ് ഇസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ദ ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഈ കൊട്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. Okay, for example, all his works like The Solitary Reaper, The Daffodils was seen during a walk, stored in memory and recalled in calm moments. അപ്പം വേർഡ്സ്വർത്തിൻ്റെ സോളിറ്ററി റീപ്പർ, ദ ഡാഫോഡിൽസ്, ഈ പോംസൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. സോളിറ്ററി റീപ്പറൊക്കെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അപ്പോൾ തോന്നുന്നത് പിന്നീട് റീകളക്ട് ചെയ്ത് എഴുതിയ പോംസാണ്. ഓക്കെ, ഫോർ വേർഡ്സ്വർത്ത്, poetry is the pursuit of truth, and every great poet is a teacher. According to Wordsworth, poetry is the pursuit of truth. സത്യം പറയുന്ന ഒരു സംഭവമാണ് പോയട്രി. ആൻഡ് എവ്രി ഗ്രേറ്റ് പോയറ്റ് ഇസ് എ ടീച്ചർ. എല്ലാ നല്ല പോയറ്റ്സും ഒരു ടീച്ചറാണ്, ഒരു സത്യം പറഞ്ഞു കൊടുക്കുന്ന, ട്രൂത്ത്, ഫാക്ട് കൺവേ ചെയ്യുന്ന ടീച്ചറാണ് ഒരു ഗുഡ് പോയറ്റ്, ഒരു ഗ്രേറ്റ് പോയറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ലിറ്റററി ക്രിറ്റിസിസം ബുക്കിൽ അതിൽ പഠിക്കാനുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു ക്രഷ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് മെൻഷൻഡ് ദർ. ദ ലിറിക്കൽ ബലാഡ്സ് എന്ന് പറയുന്ന വർക്ക്, പിന്നെ അത് റിവൈസ് ചെയ്ത് വന്നതിലൊക്കെ എന്തൊക്കെ ആഡ് ചെയ്തു. ദെൻ പോയറ്റിക് ഡിക്ഷന് വില്യം വേർഡ്സ്വർത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഹൗ ഇസ് പോയറ്റിക് സ്റ്റൈൽ ഡിവൈഡഡ് ഇൻ ടു ആൻഡ് വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു വില്യം വേർഡ്സ്വർത്ത്. ഇത്രയും കാര്യങ്ങളാണ് വില്യം വേർഡ്സ്വർത്തിൻ്റെ കേസിൽ ലിറ്റററി ക്രിറ്റിസിസത്തിൽ പഠിക്കാനുള്ളത്. Now if we go in detail about William Wordsworth, we have a lot of works and lot to know about him. Okay, so regarding literary criticism, this is the basic things we have to know about William Wordsworth. So thank you all.